ഏറ്റ മൃതശരീരങ്ങൾക്ക് വേണ്ടി പലയിടങ്ങളിലും ഇത്രയും സംവിധാനങ്ങളോടെ തെരച്ചിൽ നടത്തിയതായി നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോൾ കാണുന്ന ദൃശ്യങ്ങൾ മുണ്ടക്കൈ ഭാഗത്ത് പുഞ്ചിരിമട്ടം ഭാഗത്തു നിന്നുള്ള ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. നോക്കൂ, ചേതനയേറ്റ ശരീരങ്ങൾ. ഇവിടെ ഓട്ടോറിക്ഷ നീക്കി ആ ഓട്ടോറിക്ഷയ്ക്കടിയിൽ കുടുങ്ങിയ മനുഷ്യരുണ്ടോ എന്ന് പരിശോധിക്കുകയാണ്. മണിക്കൂറുകളായി അവർ ഈ ഓട്ടോറിക്ഷ അവിടെ നിന്ന് നീക്കാൻ ശ്രമം നടത്തുന്നു. ആ ഭാഗത്തേക്ക് JCBക്ക് എത്താൻ സാധിച്ചിട്ടില്ല. ഇരുവരെയും മനുഷ്യാധ്വാനമാണ്. എത്ര മനുഷ്യരാണ്, പേരറിയാത്ത മനുഷ്യർ ഒരുമിച്ച് കൂടി ഒരു വടത്തിൽ ഈ ഓട്ടോറിക്ഷ ഇപ്പോൾ നീക്കം ചെയ്യാനുള്ള ശ്രമം നടത്തുകയാണ്. അതിനിടയിൽ ഒരു പക്ഷേ മനുഷ്യർ കുടുങ്ങിയിട്ടുണ്ടാവാം നമ്മൾ കരുതുന്നു. അങ്ങനെ കുടുങ്ങിയ മനുഷ്യരുണ്ടെങ്കിൽ രക്ഷിക്കണം എന്നതാണ്. പക്ഷേ ജീവനോടെ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. ഇപ്പോൾ സമയം ഏകദേശം 12:30 കഴിഞ്ഞിരിക്കുന്നു. അതായത് ഈ ദുരന്തമുണ്ടായി 55.5 മണിക്കൂർ പിന്നിട്ടിരിക്കുന്നു. അതുകൊണ്ട് തന്നെ അത് സ്വാഭാവികമായും ജീവൻ്റെ തുടിപ്പുകൾ ഉണ്ടാവാനുള്ള സാധ്യത കുറവാണ്. ഇപ്പോൾ അവിടെ കിടക്കുന്ന ഓട്ടോറിക്ഷ പൂർണ്ണമായും അതിൽ നിന്ന് അത് പൊളിച്ച് പുറത്തെടുക്കാനുള്ള ശ്രമമാണ്. പക്ഷേ ആ ഓട്ടോറിക്ഷ പുറത്തെടുക്കാൻ പോലും കഴിയാത്ത വിധം ചെളിയിൽ പൂണ്ട് കിടക്കുകയാണ്. ആ ദൃശ്യങ്ങൾ പ്രേക്ഷകർക്ക് കാണാം. വലിയ കല്ലുകൾ, മരത്തടികൾ, ഒപ്പം തന്നെ മണ്ണിൽ ചെളിയിൽ അമർന്നു കിടക്കുന്ന ഓട്ടോറിക്ഷയുടെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വളരെ വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങളായിരുന്നു അതെല്ലാം. നമുക്കിനി ആ ഓട്ടോറിക്ഷയ്ക്കടിയിൽ മനുഷ്യരുണ്ടോ എന്ന് നമുക്കിനിയും നിശ്ചയമല്ല. ഇത് പുഞ്ചിരിമട്ടത്തുള്ള രക്ഷാപ്രവർത്തനത്തിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. അതേസമയം തിരച്ചിൽ നടക്കുന്നത് ഇപ്പോൾ 4-5 പ്രദേശങ്ങൾ കേന്ദ്രീകരിച്ചാണ്. ഒന്ന് ചൂരൽമല വില്ലേജ് ഓഫീസിൻ്റെ പരിസരം, 2 ഇതേപോലെയുള്ള മുണ്ടക്കൈ ഭാഗം, 3-ാമത്തത് വെള്ളാർമലയിലെ പുതിയ വില്ലേജിൻ്റെ ഭാഗം, പുഞ്ചിരിമട്ടത്തെ ഭാഗം എന്നിങ്ങനെ 4-5 സ്ഥലങ്ങൾ കേന്ദ്രീകരിച്ചുകൊണ്ടാണ് പ്രധാനമായും തിരച്ചിൽ നടക്കുന്നത്. മണ്ണുമാന്തി യന്ത്രങ്ങൾ തിരിഞ്ഞ് ഇത് പുഞ്ചിരിമട്ടത്തെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ആ ദൃശ്യങ്ങളിൽ മണ്ണുമാന്തി യന്ത്രങ്ങൾ മണ്ണ് നീക്കം ചെയ്യുമ്പോൾ, കോൺക്രീറ്റ് നീക്കം ചെയ്യുമ്പോൾ, അവിടെയുള്ള തടിക്കഷ്ണങ്ങൾ നീക്കം ചെയ്യുമ്പോൾ അതിനുള്ളിൽ മനുഷ്യരുണ്ടോ, അവരുടെ ചേതനയേറ്റ ശരീരങ്ങളുണ്ടോ എന്ന് തിരയുകയാണ്. 55 മണിക്കൂറായി റിപ്പോർട്ടർ TVയുടെ തത്സമയ സംപ്രേഷണം ഒരുപോലെ കണ്ണടയ്ക്കാതെ ഇടവേളകളില്ലാതെയാണ് റിപ്പോർട്ടറിൻ്റെ വാർത്താസംഘം ഈ ദൃശ്യം പ്രേക്ഷകരിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ഈ ഉരുൾപൊട്ടലിൻ്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടമാണ്. പുഞ്ചിരിമട്ടത്തിന് തൊട്ടു താഴെയാണ് മുണ്ടക്കൈ എന്ന പ്രദേശം. ആ മുണ്ടക്കൈയുടെ തൊട്ടു മുകളിലുള്ള ഈ പുഞ്ചിരിമട്ടം എന്ന് പറയുന്ന പ്രദേശത്ത് 41 വീടുകളാണ്, 41 ആളുകളെയാണ് കാണാതായിരിക്കുന്നത്. അവർക്ക് വേണ്ടിയുള്ള തെരച്ചിലാണ് ഇപ്പോൾ നടക്കുന്നത്. ഇവരുടെ വീടിരുന്ന ഭാഗം ഇപ്പോൾ ഒരു മൺകൂമ്പാരമായി കഴിഞ്ഞിരിക്കുന്നു. അവിടെ വീണ് കിടക്കുന്ന തടികൾ, കോൺക്രീറ്റ് കഷണങ്ങൾ, സ്ലാബുകൾ, ഇതെല്ലാം ഒരു ജനത ഒരു നാട്ടിൽ ഇവിടെ ജീവിച്ചിരുന്നു എന്നതിൻ്റെ തെളിവുകൾ മാത്രമാണ്. അക്ഷരാർത്ഥത്തിൽ നാമാവശേഷമാക്കപ്പെട്ട ഒരു ആവാസ വ്യവസ്ഥയിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ മറ്റൊരു മൃതദേഹം കൂടി കണ്ടെത്തിയിരിക്കുന്നു. ആ മൃതദേഹങ്ങൾ ഇപ്പോൾ ചൂരൽമലയിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. മുണ്ടകൈ ഭാഗത്ത് നിന്നും ഒരു മൃതദേഹം കൂടി കണ്ടെത്തി ചൂരൽമലയിലേക്ക് കൊണ്ടുവരുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. ഓരോ നിമിഷവും മൃതദേഹങ്ങൾ ഇങ്ങനെ കൂടുതൽ മേപ്പാളിയിലേക്ക് എത്തിച്ചുകൊണ്ടിരിക്കുന്നു. തങ്ങളുടെ പ്രിയപ്പെട്ടവരാണോ എന്നറിയാൻ വേണ്ടി കാത്തു നിൽക്കുന്ന മനുഷ്യർ, 200ഓളം മനുഷ്യരെ ഇതിനെ തിരിച്ചറിയേണ്ടത്, അവരെ കണ്ടെത്തേണ്ടത്, അവരെ മിസ്സിംഗ് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് അറിയാവുന്നിടത്തോളം ഇത്രയും അധികം ആളുകൾ അവിടെ മനുഷ്യരെ തിരിഞ്ഞു നിൽക്കുകയാണ്. മേപ്പാടി ആശുപത്രിക്ക് സമീപം, കമ്മ്യൂണിറ്റി ഹാളിന് സമീപം തങ്ങളുടെ കൊണ്ടുവരുന്ന മൃതശരീരങ്ങളിലൊന്ന് തങ്ങളുടെ പ്രിയപ്പെട്ട അച്ഛനോ, തങ്ങളുടെ പ്രിയപ്പെട്ട മക്കളോ, അമ്മായിയോ, ജ്യേഷ്ഠനോ ആരെങ്കിലും ആണോ എന്നവർ നോക്കുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കണ്ടുകൊണ്ടിരിക്കുന്നത്. അത്യന്തം വേദനിപ്പിക്കുന്ന ദൃശ്യങ്ങൾ ഇപ്പോൾ പ്രേക്ഷകരേക്ക് എത്തിക്കുന്നു. ഇനി അവർക്ക് മുണ്ടക്കൈ ഭാഗത്തേക്ക് ഭക്ഷണ സാധനങ്ങളും എത്തിക്കണം. ഇതാ മൃതദേഹം കൊണ്ടുപോകുന്ന ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ കാണുന്നത്. 58 മണിക്കൂറായിരിക്കുന്നു ഈ ദുരന്തമുണ്ട്. 57 മണിക്കൂറായി റിപ്പോർട്ടർ TVയുടെയും ചാനലിൽ നിങ്ങളിത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും നിങ്ങളുടെ കാഴ്ചയിൽ നിങ്ങൾക്കുണ്ടാകുന്ന മാനസിക പ്രയാസങ്ങളും ഞങ്ങൾ അറിയുന്നു. പക്ഷേ നമുക്ക് ഈ ദൃശ്യങ്ങൾ പ്രേക്ഷകരെ കാട്ടിയേ മതിയാകൂ, ഒപ്പം അധികൃതരെയും കാട്ടിയേ മതിയാകൂ. അത്ര